ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും കാത്തിരിക്കുന്ന പുതുപുത്തൻ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അങ്ങനെ ശ്രുതി വന്നു കഴിഞ്ഞപ്പോഴേക്കും ഇതൊക്കെ കണ്ടിട്ട് ഈശ്വര താൻ തന്നെയാണല്ലോ വിളക്ക് കത്തിച്ച് വെച്ചത്, ഈശ്വര അബദ്ധമായോ എന്നൊക്കെ ഇങ്ങനെ ഓർക്കുകയാണ്. ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ രേഷ്മയും രചനയും കൂടിയിട്ട് ശ്രുതിക്കിട്ടൊരു പണി കൊടുക്കാൻ തീരുമാനിച്ചു. അല്ല, നിൻ്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നത്? കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ നിനക്ക് വിശക്കുന്നുണ്ടല്ലേ? എനിക്ക് വിശക്കുന്നൊന്നുമില്ല. എന്നാൽ ഞങ്ങൾക്ക് വിശക്കുന്നുണ്ട്, നമുക്കൊരു പിസ്സ കഴിക്കാം. അപ്പോൾ അവൾ പറഞ്ഞു, ഇല്ല ഞാനില്ല, നീ വരണം, ഞങ്ങളുടെ കൂടത്തിൽ ജസ്റ്റ് ഒന്ന് വന്ന് ഞങ്ങൾക്ക് ഒന്ന് കമ്പനി തന്നാൽ മാത്രം മതി, നീ വാ എന്നൊക്കെ പറയാനായിട്ട് അവസാനം ശ്രുതി പറഞ്ഞു, എനിക്കൊരു കോൾ ചെയ്യാനുണ്ട്, കോൾ ചെയ്തിട്ട് വരാം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൾ കോൾ ചെയ്യാനായിട്ട് അങ്ങ് പോവുക. അപ്പോഴേ രചനയും രേഷ്മയും കൂടി ഇങ്ങനെ സംസാരിക്കുകയാണ്. ഇവൾക്കിട്ടൊരു പണി, ഒരൊന്നൊന്നര പണി, ഇന്നത്തെ ചിലവ് ഇവളുടെ വക എന്നൊക്കെ പറഞ്ഞിട്ട്, മാത്രമല്ല ആർക്കൊക്കെ കഴിക്കാനുണ്ടോ അവരൊക്കെ ഞങ്ങളുടെ കൂടെ പോരെ എന്ന് കമ്പനിയിലുള്ള എല്ലാവരോടും പറയുകയാണ്. ഇന്ന് ശ്രുതിയുടെ വക ചിലവാണെന്നും പറഞ്ഞു. എന്തായാലും ശ്രുതിയും കുട്ടി ഇവരങ്ങോട്ട് പോവുക. ഇതേസമയം അശ്വിൻ വീട്ടിൽ വന്നിട്ട് അഞ്ജലിയോട് ചേച്ചിയോട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയാം. അവിടെ നടന്ന കാര്യങ്ങളൊക്കെ, ഓഫീസിൽ വെള്ളം വീണ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ്. അപ്പോഴേക്കും അഞ്ജലി ചേച്ചി എന്തിനാ ഇത് കേട്ടിട്ട് ചിരിക്കണേ? പിന്നെ ഞാൻ ചിരിക്കാതെ എന്ത് ചെയ്യും? ആരാണേലും അബദ്ധമാണെങ്കിലും കാണിച്ചു നന്നായില്ലേ? ആ വിളക്ക് ഇന്നെങ്കിലും തെളിഞ്ഞല്ലോ, നീയായിരുന്നു എന്നും ആ വിളക്ക് തെളിയിക്കേണ്ടത് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഐഡിയറ്റിന് എൻ്റെ കിട്ടട്ടെ എന്നൊക്കെയാണ് നമ്മുടെ അശ്വിൻ പറയുന്നത്. അതേസമയം അഞ്ജലി പോകാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും, ചേച്ചി പിന്നെ ഒരു കാര്യമുണ്ട്, അന്ന് ബൊക്കെ അയച്ചില്ലേ, അത് ലാവണി അയച്ചല്ല കേട്ടോ, ആ ബൊക്കെ ലാവണി അയച്ചിട്ടില്ല. പിന്നെ ആരയച്ചു? അത് അവൾ അയച്ചില്ലേ, ഉറപ്പാണോ? അതേനെ, ഞാൻ അവളോട് ചോദിച്ചു, അങ്ങനെ ഒരു കാര്യം അവൾ ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് അവൾ ഉറപ്പിച്ച് പറയുന്നത്, അവളല്ല അത് ചെയ്തത്. അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ കേട്ടുകൊണ്ട് മുത്തശ്ശി ഇങ്ങനെ മറിഞ്ഞു വന്ന് നിൽക്കുകയായിരുന്നു. മുത്തശ്ശി ഇവർ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് ഇവർ സംസാരം നിർത്തുകയാണ്. മുത്തശ്ശി അങ്ങ് ചമ്മി. ലാവണ്യയുടെ ഒരു പേരറിയാനൊക്കെ ആയിട്ട് ഇവർ വന്നതാണ്. എന്താണ് സംഭവിച്ചതെന്ന് അറിയാനൊക്കെ ആയിട്ടും കള്ളത്തരം കണ്ടുപിടിക്കാനൊക്കെ ആയിട്ട് വന്നതാണ്. പക്ഷേ അശ്വിനും അഞ്ജലിയും കണ്ടതോടുകൂടി ചമ്മി ഇങ്ങനെ നിൽക്കുക. അല്ല, നിൻ്റെ ഓഫീസിൽ കാലം തെറ്റി മഴ പെയ്തു എന്നറിഞ്ഞു, എന്താ സംഭവിച്ചത്? അപ്പോൾ നടന്ന കാര്യം പറഞ്ഞപ്പോൾ, പോട്ടെ കുഞ്ഞ്, അത് ഭഗവാൻ അനുഗ്രഹം ചൊരിഞ്ഞതാണെന്ന് കരുതിയാൽ മതി. ഞാനും അത് തന്നെ മുത്തശ്ശി പറഞ്ഞത്. എന്നിട്ട് ഇവൻ്റെ തലയിൽ ഇത് കയറുന്നേ ഇല്ല. എന്നാൽ മുത്തശ്ശി ഞാൻ ഇറങ്ങുക എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശിയോട് യാത്ര പറഞ്ഞ് അശ്വിൻ ഇറങ്ങാണ്. അല്ല മോനെ, അവളിനേതോ ബൊക്കയുടെ കാര്യം പറഞ്ഞല്ലോ അഞ്ജലി മോനെ, അതേതായിരുന്നു? അത് പിന്നെ വിളക്ക് കൊളുത്തിയ ആൾക്ക് ഒരു ബൊക്കെ കൊടുത്ത് സ്വീകരിക്കണമെന്ന് അവൻ ദേഷ്യത്തിൽ പറഞ്ഞതാ, മുത്തശ്ശി എന്നൊക്കെ പറഞ്ഞ് ബബ്ബ വയ്ക്കുകയാണ്. കഷ്ടം, ഇനി എന്തായാലും ആ വിളക്ക് കൊളുത്തിയവരുടെ കാര്യം കഷ്ടം തന്നെ എന്നും പറഞ്ഞിട്ട് അഞ്ജലി അങ്ങ് പോയി. അങ്ങനെ അല്ലല്ലോ എന്നും പറഞ്ഞിട്ട് ചേച്ചി അനിയനും കൂടെ എൻ്റെ മുന്നിൽ കിടന്ന് കുരങ്ങ് കളിക്കുക. അനിയന് പറ്റിയ ചേച്ചി തന്നെ. എത്ര നാൾ രണ്ടും കൂടെ ഇങ്ങനെ എൻ്റെ അടുത്ത് ഒളിക്കുന്ന എനിക്കൊന്ന് അറിയണം. എന്തായാലും നമ്മുടെ അമ്മായി ശ്യാമിന് ചായയൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. എത്ര നല്ല ചായ, ശരിക്കും എൻ്റെ അമ്മ ഉണ്ടാക്കി തരുന്ന ചായ പോലെ തന്നെയോ ചായ. നീയാൾ കൊള്ളാലോ, നിന്നോട് സംസാരിച്ചിരുത്ത് കഴിഞ്ഞാൽ സമയം പോകുന്നത് അറിയേയില്ലാലോ. അപ്പോൾ അല്ലേലും ഈ വർത്തമാനം കൊണ്ടല്ലേ അമ്മായി ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. സംസാരിക്കാൻ അറിയാത്ത ആളെ വക്കീൽ പണിക്ക് പോയിട്ട് കാര്യമില്ലല്ലോ, അതുകൊണ്ടല്ലേ ഞാൻ വക്കീലായത്. അല്ല, അമ്മായിക്ക് എൻ്റെ സംസാരം അത്രയ്ക്ക് ഇഷ്ടമായെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് അമ്മായിയെ രസിപ്പിച്ചോളാം. അപ്പോൾ എനിക്കിവിടെ സമയം പോകാൻ 2 പെൺകുട്ടികളുണ്ട്, അവരെ മേയ്ക്കണത് തന്നെ വലിയ പാടാ. അപ്പോഴേക്കും നമ്മുടെ പ്രീതി അങ്ങോട്ടേക്ക് വന്നു. സാറെന്താ ഇവിടെ എന്നൊക്കെ ചോദിച്ചുകൊണ്ട്. അപ്പോഴേക്കും നമ്മുടെ അമ്മായി പറഞ്ഞു, എൻ്റെ ബാങ്കിലെ കാര്യം ശരിയാക്കാൻ വേണ്ടി വന്നതാണ്. ശ്രുതി എന്നോട് പറഞ്ഞായിരുന്നു അമ്മായിയുടെ പലിശ മുടങ്ങിയ കാര്യമൊക്കെ, അത് റെഡിയാക്കി കൊടുക്കാമെന്ന് കരുതിയിട്ട് വന്നതാണ്. എനിക്ക് ബാങ്കിലെ കുറച്ച് പരിചയക്കാരൊക്കെ ഉണ്ട്, നമുക്കൊന്ന് ശ്രമിച്ച് നോക്കാന്നേ. അല്ല, എവിടെയാണ് അമ്മായി ഫയൽ? മോളെ, അലമാരി എന്ന് എൻ്റെ ഫയൽ എടുത്തിട്ട് വന്നേ. പ്രീതി അതെടുക്കാൻ പോയി കഴിഞ്ഞപ്പോഴേക്കും ശ്യാമിനോട് വിശേഷങ്ങൾ ചോദിക്കുകയാണ്. വീട് എവിടെയാണ് എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും, ഇവിടെ ഞാൻ ലോഡ്ജിലാണ് താമസം, വീട് പാലക്കാടാണ്, വീട് പിന്നെ കിട്ടുവാണെങ്കിൽ നമുക്ക് ആ ഒതുക്കത്തിൽ കിട്ടുവാണെങ്കിൽ നമ്മളിവിടെ ഒരു വീട് സെറ്റാക്കും. എന്നാൽ ഞാനൊരു കാര്യം പറയട്ടെ, ഈ വീടിൻ്റെ മുകൾ നില ഒഴിഞ്ഞു കിടക്കുകയാണ്, നേരത്തെ വാടകയ്ക്ക് കൊടുത്തിരുന്ന, ഇപ്പം അവിടെ ആരും താമസക്കാരില്ല, എന്നാൽ മോന് വേണമെങ്കിൽ മുകളിൽ താമസിച്ചോ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും, അടിച്ച് വൃത്തിയാക്കി ഇട്ട് തരാം, വാടക കിട്ടിക്കഴിഞ്ഞാൽ എനിക്കൊരു പ്രയോജനമാവുമല്ലോ എന്ന് കരുതിയിട്ടാണ്. എന്ത് പറയുന്നു? അപ്പോഴേക്കും ശ്യാം പറഞ്ഞു, ഞാനൊന്ന് ആലോചിക്കട്ടെ. മതി ആലോചിച്ച് പറഞ്ഞാൽ ഈ ലോഡ്ജിലൊക്കെ കിടക്കുന്നതിലും ഭേദമല്ലേ. ശ്യാമിൻ്റെ മനസ്സിലാണ് വൈദ്യൻ ഇച്ഛിച്ചതും രോഗി ഇച്ഛിച്ചതും വൈദ്യൻ കൽപ്പിച്ചതും പാല് എന്ന രീതിയിൽ ചിരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്. എന്തായാലും നമ്മുടെ
രജനിയും രേഷ്മയൊക്കെ കൂടി പിസ്സ കഴിക്കുക. ഓ ഇന്നത്തെ പിസ്സ സൂപ്പറായിട്ടുണ്ട്. ഇത് നിനക്ക് ഫ്രീ ആയിട്ട് കിട്ടിയതുകൊണ്ടായിരിക്കും നിനക്ക് ഇത്ര ടേസ്റ്റ് തോന്നിയത്. നമ്മുടെ ഇവൾ മാത്രം ഒന്നും കഴിക്കുന്നില്ല കേട്ടോ. ശ്രുതി, നീ എന്താ ഒന്നും കഴിക്കാത്തെ? ഇല്ല മേഡം, എനിക്കൊന്നും വേണ്ട. ഞാൻ പുറത്ത് പോയി ഒരു ചായ കുടിച്ചായിരുന്നു, എനിക്കത് മതി. അവൾ കഴിച്ചില്ലാൽ എന്താ, അവൾ നന്നായിട്ട് നമ്മളെ കഴിപ്പിക്കുന്നുണ്ടല്ലോ. താങ്ക് യു കാർട്ടൂൺ ബേബി ഫോർ ദ വണ്ടർഫുൾ ട്രീറ്റ്. ഇപ്പോഴാണ് ശ്രുതിക്ക് മനസ്സിലായത്, ഈശ്വരാ ഇത് എപ്പം കഴിച്ച് തീർക്കും ഇവർ. അതുവരെ ഞാനിവിടെ വെയിറ്റ് ചെയ്താൽ ലാവണ്യ മേഡത്തിന് എന്തെങ്കിലും തോന്നുമോ, ലാവണ്യ മേഡത്തിന് ഇഷ്ടപ്പെടുമോ? അപ്പോഴേക്കും ശ്രുതി പറഞ്ഞു, മേഡം നിങ്ങൾ കഴിച്ചിട്ട് സാവധാനം വന്നാൽ മതി, ഞാനെന്നാ പൊക്കോട്ടെ, ലാവണ്യ മേഡത്തെ കണ്ടോട്ടെ. വെയിറ്റ്, നീ പോവല്ലോ, ഞങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയെങ്കിലും ഒരു പിസ്സ കഴിക്കുന്നേ. അപ്പോൾ വേണ്ട മേഡം, തീരെ വേണ്ടാഞ്ഞിട്ടാ. എന്നാ നീ പൊക്കോട്ടോ. പോകുന്നതിന് മുമ്പേ ഈ ബില്ലൊക്കെ കൊടുത്തിട്ട് പൊക്കോട്ടോ. ബില്ലോ? ഞാനോ എന്ന് ശ്രുതി ചോദിച്ചപ്പോഴേക്കും, ഇന്ന് നിൻ്റെ വക ട്രീറ്റ് അല്ലേ, അതുകൊണ്ട് ഈ ബില്ല് നീ തന്നെ പേ ചെയ്യേണ്ടത്. ട്രീറ്റോ? എന്ത് ട്രീറ്റ്? ചേച്ചി ആ ബില്ലിങ് എടുത്തേ. അപ്പോഴേക്കും ബില്ലെടുത്ത് കൊടുത്തു കേട്ടോ. ദാ മോളെ ബില്ല് എന്നും വെച്ച് ശ്രുതിയുടെ കയ്യിലേക്ക് കൊടുക്കുക, എല്ലാവരുടെ കൂടി ബില്ല്. ശ്രുതി അതിനകത്തേക്ക് നോക്കി അന്തം വിട്ട് പോവാട്ടോ. ഇത്രയും പൈസയോ? ശ്രുതിയുടെ കണ്ണ് തള്ളി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ അഞ്ജലി പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് മുത്തശ്ശിയുടെ അരികിലേക്ക് വരികയാണ്. മുത്തശ്ശിയുടെ അരികിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴേക്കും, നീ ഇങ്ങനെ പൂജയും പ്രാർത്ഥനയൊക്കെ ആയിട്ട് ദൈവത്തെ എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്ന മറ്റുള്ളവർക്ക് എങ്ങനെ അനുഗ്രഹം കൊടുക്കും? എന്തായാലും മുത്തശ്ശിയുടെ അനുഗ്രഹമൊന്നും ദൈവം കളയൊന്നുമില്ലാന്നേ. ഇന്ന് ഏട്ടൻ്റെ പക്കനാളാണ്, അതുകൊണ്ടാണ് ഇന്ന് പൂജ. ഇന്ന് ഭർത്താവിന് വേണ്ടി, ഇന്നലെ അനിയന് വേണ്ടി. എൻ്റെ പൊന്നുമോളെ, എല്ലാവർക്കും വേണ്ടി നീ ഇങ്ങനെ വ്രതം നോക്കാൻ നിൻ്റെ ആരോഗ്യത്തിന് ആര് സമാധാനം പറയും? അപ്പോൾ എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ലാമേ മുത്തശ്ശി, എൻ്റെ ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല, ഞാൻ സ്ട്രോങ് അല്ലേ, പിന്നെ ഭയങ്കര സ്ട്രോങ് അല്ലേ, അതല്ലേ വാടി ചീനെ തണ്ട് പോലെ ഇങ്ങനെ ഇരിക്കണത്. മുത്തശ്ശി ഒന്ന് എന്നും പറഞ്ഞ് രണ്ടുപേരുടെ ഭയങ്കര കളിയും ചിരിയൊക്കെയാണ്. അപ്പോഴാണ് നമ്മുടെ മനോരമ വരുന്നത്. അഞ്ജലി മോൾക്ക് ഡബിൾ സ്ട്രോങ് ആനായിട്ട് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ ഗിഫ്റ്റോ? എനിക്കോ? യെസ് ബേബി ലുക്ക് എന്ന് പറഞ്ഞിട്ടൊരു സമ്മാനപ്പൊതി കൊടുക്കുക. നിൻ്റെ ഭർത്താവ് അയച്ച ഗിഫ്റ്റാ. നിൻ്റെ ഹാപ്പി ബർത്ത്ഡേ ആണോ ബേബി? ഇവളുടെ പിറന്നാൾ ചിങ്ങമാസത്തിലല്ലേ? അല്ല, എന്നാലും ഇവിടെ നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അഞ്ജലി വലിയ കാര്യത്തിൽ ഗിഫ്റ്റൊക്കെ പൊളിച്ചിങ്ങനെ നോക്കുക കേട്ടോ. ഇതൊന്നും കാണുമ്പോൾ നമുക്കറിയത്തില്ല ശ്യാമാണ് ഇവളുടെ ഭർത്താവെന്ന്. ശ്യാമാണ് ഇവളുടെ ഭർത്താവ്. അവൻ ദുഷ്ടനും കള്ളനും ക്രൂരനുമാണ്. എന്തായാലും അത് തുറന്നു നോക്കാനായിട്ട് പറയുകയാണ്. ഇത് ഞാൻ പിണങ്ങിയിരിക്കുകയെന്ന് കരുതിയിട്ട് വിളിച്ചതാ, ഞാൻ വിളിച്ചിട്ട് എടുക്കാത്തതിന് സോറി പറയാനായിട്ട്. ഒരു കോള് വിളിച്ചതിന് സ്വർണ്ണം തന്ന് സോറി പറയുന്ന ഹസ്ബൻഡ്. അങ്ങനെയാണെങ്കിൽ മോനുണ്ട്, എനിക്കിപ്പോൾ ഒരു ജ്വല്ലറി ഷോപ്പ് മേടിച്ചു തരേണ്ട സമയം കഴിഞ്ഞു. നിന്നെപ്പോലെ ഒത്തിരി ചുമക്കുന്നതിന് അവനാണ് സമ്മാനം കൊടുക്കേണ്ടത്. ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ ഇത് ഓപ്പൺ ചെയ്യ് ബേബി, സ്വർണ്ണമായിരിക്കും സ്വർണം. എന്നിട്ട് അത് ഓപ്പൺ ചെയ്യിക്കുകയാണ്. അപ്പോൾ അതിൽ നിന്നും അവൾ പൊളിച്ച് നോക്കി കഴിഞ്ഞപ്പോഴേക്കും ഒരു മോതിരം കേട്ടോ. മോതിരം എടുത്ത് പിടിച്ചിട്ട് അവളുടെ കണ്ണൊക്കെ ഇങ്ങനെ നിറഞ്ഞ് കരയാണ് കേട്ടോ. മോൾ എന്തിനാണ് കരയണത് എന്ന് മുത്തശ്ശി ചോദിച്ചപ്പോഴേക്കും, പിന്നെ അവൾ എങ്ങനെ കരയാതിരിക്കും? ഈ കണ്ണിലിട്ടാൽ കാണാൻ പറ്റില്ലാത്ത മോതിരം കാണിച്ചിട്ട് ആളെ കളിക്കണ പരിപാടി. ഇനി അവൾ കരയാതിരിക്കുമോ? ഷെയിം പാപ്പി ഷെയിം എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും, നീ ഒന്ന് അടയ്ക്കുന്നുണ്ടോ? എൻ്റെ മോളുടെ കണ്ണ് നിറഞ്ഞത് സങ്കടം കൊണ്ടാണെന്നാണോ നീ വിചാരിച്ചത്? സന്തോഷം കൊണ്ടാണ്. നിനക്കതിൽ അങ്ങനെ തോന്നിയാൽ കുറ്റം പറയാൻ പറ്റില്ല. ബുദ്ധിബോധം ഉണ്ടെങ്കിലല്ലേ അതിൻ്റെയൊക്കെ അർത്ഥം മനസ്സിലാകത്തുള്ളൂ. ഈശ്വരാ, എൻ്റെ മോൻ്റെ വിധി ഞാൻ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. എന്താ നിർത്തിയത്? ബാക്കിയും കൂടെ പറ. മനസ്സിലുള്ളത് പോരട്ടെ. ടെൽ പേടിക്കാതെ എന്നൊക്കെ പറഞ്ഞപ്പോൾ, പറയാൻ എനിക്ക് നിന്നെ പേടിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ സഹിക്കില്ല. എന്നെ കരുതി കൂട്ടി ഇൻസുലേറ്റ് ചെയ്തതാ. ഞാൻ അൺസഹിക്കബിൾ. ഇത് ഞാൻ സഹിക്കില്ല. ചെവി നുള്ളിക്കോ. ഞാൻ എന്തായാലും സമാധാനം പറയും. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഇംഗ്ലീഷ് പറയുന്നുണ്ട്. പറയാനും അറിയാൻ പാടില്ല, അത് കേട്ടിട്ടും എനിക്ക് മനസ്സിലാവുന്നില്ല, സാധാരണ ഒരു ഇംഗ്ലീഷും അല്ലാതെ. എൻ്റെ മോനോട് സമാധാനം പറയും, ഞാനങ്ങ് പറഞ്ഞോളാം എന്ന് മുത്തശ്ശി എന്നും പറഞ്ഞിട്ട് തുള്ളിക്കൊണ്ട് മനോരമ എഴുന്നേറ്റ് അങ്ങോട്ട് പോവുക. അപ്പോൾ അഞ്ജലി ചോദിച്ചു, എന്തിനാ മുത്തശ്ശി? മോളിതൊന്നും കാര്യമാക്കണ്ട. എത്രയെന്ന് കരുതിയ വിവരക്കേടും വിഡിത്തമൊക്കെ കേട്ടോണ്ട് സഹിച്ചുകൊണ്ടിരിക്കുന്നത്. പോരാത്തതിന് അവളുടെ ഒരു മുറി ഇംഗ്ലീഷും. സഹിക്കുന്നതിനൊരു പരിധിയില്ലേ? എന്തായാലും മോള് സങ്കടപ്പെടുകയൊന്നും വേണ്ട. മോൾക്ക് സന്തോഷമായില്ലേ? മോൾക്ക് ഈ സമ്മാനം ഇഷ്ടമായില്ലേ? അപ്പോഴേക്കും അഞ്ജലി പറഞ്ഞു, ഇഷ്ടമായോന്നോ? ഒത്തിരി ഇഷ്ടമായി. എന്തായാലും ശ്രുതി ആ ബില്ല് കണ്ടു ഞെട്ടി. 1000 രൂപയോ? പപ്പടക്കൊണ്ടാട്ടം പോലുള്ള ഒരു സാധനത്തിന് 1000 രൂപയോ? ഇത് പൊന്നു വെച്ച ഇതൊന്നും ആന്തരം പിസയോ? ഇത് പപ്പടക്കൊണ്ടാട്ടമൊന്നുമല്ല. ഇത് നിൻ്റെ ബസ് സ്റ്റാൻഡിലെ തട്ടുകടയൊന്നുമല്ല. സാറിൻ്റെ ഓഫീസിലെ കഫ്റ്റേരിയാണ്. ഇവിടെ എല്ലാം കോസ്റ്റ്ലിയാണ് മോളെ.
എന്തായാലും 1000 എന്ന് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഞെട്ടിത്തരിച്ച് ഈ പപ്പടക്കൊട്ടാണ്ടം പോലുള്ള സാധനം എന്തായാലും എനിക്കറിയത്തില്ല, എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല, എത്ര ടേസ്റ്റി ആവുന്ന സാധനമെന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ നയാ പൈസ ഇല്ല എന്നും പറഞ്ഞിട്ട് ശ്രുതി, ആഹാ ഞങ്ങൾ ഇത്രയും പേരല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരോടും കൂടെ വന്നിരുന്നെങ്കിൽ 1000-ന് 5000 ആയനെ, എന്തായാലും എൻ്റെ പൈസ ഇല്ല, ഇനി എൻ്റെ വക ചിലവ് കൂടിയേ തീരുമെന്നാവുകയാണെങ്കിൽ എനിക്ക് ശമ്പളം കിട്ടട്ടെ, അന്ന് ഞാൻ ചായയും ബിസ്ക്കറ്റും മേടിച്ചു തരാം, അല്ലെങ്കിൽ ഞാൻ വീട്ടിൽ നിന്ന് നല്ല ലഡുവും ജിലേബിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാം. വാട്ട്, ചായയും ബിസ്ക്കറ്റോ, ലഡു ഓർ ജിലേബിയോ എന്നും പറഞ്ഞിട്ട് നിങ്ങൾ ശ്രുതിയെ കളിയാക്കി ചിരിക്കുകയാണ്. ഹലോ കാർട്ടൂൺ ബേബി, നിന്ന് കണ്ണു മിഴിക്കാതെ ക്യാഷ് കൊടുക്കുക പ്ലീസ്, എൻ്റെ കയ്യിൽ ഒരു ക്യാഷ് പോലും ഇല്ല, നിങ്ങൾ ഞാൻ പറയുന്നത് ദയവായിട്ടൊന്ന് മനസ്സിലാക്കുക എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് അവർ. അപ്പോൾ ലാവണി അങ്ങോട്ടേക്ക് വന്നിട്ട് ഇവിടെ എന്താ നടക്കണേ എന്നിങ്ങനെ ചോദിച്ചിരിക്കുകയാണ്. വന്ന് അന്ന് തന്നെ നീ സൽക്കാരം തുടങ്ങിയോ? ലഞ്ച് ടൈം കഴിഞ്ഞുള്ള ഈ എക്സ്ട്രാ ടൈം സ്പെൻഡിങ് ഞാനിവിടെ അനുവദിക്കില്ല. അയ്യോ മാഡം, ഞാൻ മാഡത്തിൻ്റെ അടുത്തേക്ക് വരാൻ തുടങ്ങിയതാ, അപ്പോഴാണ് ഇവരെല്ലാവരും കൂടി. ലാവണ്യ, ഇവിടെ ഞങ്ങൾക്ക് ട്രീറ്റ് നടത്തുമായിരുന്നു, എന്നിട്ട് ലാസ്റ്റ് കാർട്ടൂൺ ബേബി കാലവിട്ട് ഉടച്ചു. കാർട്ടൂൺ ബേബിയുടെ കയ്യിൽ പൈസ ഇല്ലാത്രേ. അങ്ങനെയല്ല മാഡം, ഞാൻ അറിഞ്ഞതുപോലുമില്ല, എല്ലാവരും ഇവിടെ നിന്ന് കഴിക്കണപ്പോൾ അവരവരുടെ കാശിനായിരിക്കുന്നു ഞാൻ കരുതി. അപ്പോൾ ലാവണ്യ പറഞ്ഞു, സ്റ്റോപ്പ് ഇറ്റ് കാർട്ടൂൺ ബേബി, നിൻ്റെ കോമഡി ഷോ ഒന്നും ഇവിടെ വേണ്ടാട്ടോ, എത്രയും ബില്ല്? അപ്പോൾ ഇത് 1000 രൂപയുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ലാവണ്യ എടുത്ത് കൊടുക്കുകയാണ് 1000 രൂപ. ആ ബില്ല് പേ ചെയ്തിട്ട് വേഗം പോയി പറഞ്ഞ് ജോലി ചെയ്ത്, ഞാൻ പറഞ്ഞ കോള് ചെയ്തായിരുന്നോ, രേഷ്മി രചന എൻ്റെ ക്യാബിലേക്ക് വന്നേ എന്നൊക്കെ പറഞ്ഞിട്ട് ലാവണ്യ ഓർഡർ ഇട്ടിട്ട് അങ്ങ് പോവാണ്. എന്തായാലും മോഹനൊരു കോളൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് മനോരമ കാറിക്കൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഇവക്കിതെന്ത് പറ്റി ഈശ്വര, അമ്മയായിട്ട് കോർത്ത മട്ടുണ്ടല്ലോ ഈശ്വര, ഇതെന്താണാവോ? അപ്പോഴേക്കും മനോരമ ഇരുന്ന് കരച്ചിലാട്ടോ. എന്തു പറ്റി മനു, എന്തിനാ നീ കരയുന്നത്? ഷട്ടപ്പ് മോഹനേട്ടാ ഷട്ടപ്പ്. ഈ ചോദ്യം നിങ്ങൾ എന്നോടല്ല ചോദിക്കേണ്ടത്, നിങ്ങൾ നിങ്ങളുടെ അമ്മയോട് പോയി ചോദിക്കുക. വൈ ഐ ആം ക്രൈയിങ്. അല്ല, അമ്മയോട് ചോദിക്കുന്നതിനൊക്കെ നല്ലതല്ലേ നീ എന്നോട് വന്ന് കാര്യങ്ങൾ അന്വേഷിക്കുന്നത്? നീ കാര്യം പറ. ഓ, നിങ്ങളുടെ അമ്മയുടെ മുന്നിൽ ചെല്ലുമ്പോൾ നിങ്ങളുടെ മുട്ടടിക്കുന്നതൊക്കെ എനിക്കറിയാം, എന്നോട് പിന്നെ എന്തോ ആവാലോ നിങ്ങൾക്ക്. എനിക്കിത് തന്നെ വേണം, എൻ്റെ മൈ ഗോഡ്, എനിക്കിത് തന്നെ വേണം, എനിക്ക് ഈ ജീവിതം മടുത്തു, എനിക്ക് മരിച്ചാൽ മതിയേന്നും പറഞ്ഞ് കരയാം. നീ ഇങ്ങനെ കരയാതെ കാര്യം പറ മനോ, നീ എന്താണെങ്കിലും നമുക്ക് പരിഹരിക്കാമല്ലോ. ഇതിനൊരൊറ്റ പരിഹാരമേ ഉള്ളൂ, എനിക്കറിയാം അതിൻ്റെ പരിഹാരം ഉണ്ടാക്കാനായിട്ട്. ഒന്നെങ്കിൽ ഐഡായി, അല്ലെങ്കിൽ നിങ്ങളുടെ അമ്മടായി. എൻ്റെ മനു, ആകാശ് ചെന്നൈയിൽ നിന്ന് പുറപ്പെട്ടിട്ടുണ്ട്. അവൻ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ നീ ഇങ്ങനെ കരഞ്ഞ് മുഖം വെറുപ്പിച്ചിരുന്ന അവൻ എന്ത് തോന്നും? ഒന്നും കാണാതെ അവൻ്റെ അമ്മ ഇത്രയും കുറലാവില്ല എന്നറിയാം. എൻ്റെ മനു, എന്താ ഇത്? ഞാൻ ഇച്ചിരി ഇമ്മോറലാണ്. ഇമ്മോറലല്ല, ഇമോഷണൽ. മനുഷ്യൻ കൺട്രോൾ ചെയ്തിരിക്കുമ്പോൾ ട്യൂഷൻ പഠിപ്പിക്കാൻ വരില്ല. ആദ്യം നിങ്ങൾ അമ്മയുടെ അടുത്ത് പോയി മര്യാദ പഠിപ്പിക്കുക, എന്നിട്ട് നിങ്ങൾ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വാ എന്നും പറഞ്ഞിട്ട് കരച്ചില്ല. എൻ്റെ മനു, ഇങ്ങനെ ചാടിത്തുള്ളാതെ കാര്യം പറ, എന്താ നിൻ്റെ പ്രശ്നം? ഇന്ന് മാത്രമാണോ പ്രശ്നം? എന്നും അവർക്ക് എന്നോട് മല്ലു പിടിക്കാനല്ലേ നേരമുള്ളൂ. എന്നിട്ട് ഞാനിതെല്ലാം സഹിച്ച് ക്ഷമിച്ച് നിൽക്കണത് എന്താണെന്നറിയാവോ? ഐ ആം എ ഫാമിലി ഗേൾ. അണ്ടർസ്റ്റാൻഡ്? ഞാനൊരു കുടുംബിനിയാന്ന്. അങ്ങനെ കുടുംബത്തിൽ പറഞ്ഞ എന്നെ ഇൻസുലേറ്റ് ചെയ്യുന്നതിന് ഒരു ലിമിറ്റുണ്ട്. ഇൻസുലേറ്റ് അല്ല, ഇൻസൾട്ട്. ഞാൻ എന്താ ഉദ്ദേശിച്ചത് നിനക്ക് കാര്യം മനസ്സിലായല്ലോ? ഒരു കാര്യം പറഞ്ഞേക്കാം മോനേട്ടാ, സഹിക്കാവുന്നതിൻ്റെ മാക്സിമം ഞാൻ സഹിക്കുന്നുണ്ട്. ഇനി അത് പറ്റത്തില്ല. ഒന്നെങ്കിൽ ഷീ അല്ലെങ്കിൽ ഐ. നോ ഐ ആൻഡ് ഷീ ടുഗദർ. ഇനി ഈ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർ. അപ്പോഴേക്കും എൻ്റെ പൊന്നു, നീ ഇങ്ങനെ കാടും പടലും തല്ലാതെ കാര്യം പറ. കേൾക്കണം നിങ്ങൾക്ക്? യു സിറ്റ്, ഐ ടെൽ യു സിറ്റ്, ബട്ട് നോ ഇൻ്റർവെൽ. ഇടയ്ക്ക് കയറല്ലെന്ന്. കയറത്തില്ല എന്നും പറഞ്ഞിട്ട് നമ്മുടെ മോഹനൻ മനോരമയുടെ ആ പരാതി കേൾക്കാനായിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. എന്തായാലും ഇത് കണ്ടാൽ ചിരിക്കാതിരിക്കാൻ പറ്റില്ല മക്കളെ, ചിരിച്ചു പോകും നമ്മൾ. അമ്മാതിരിയാണ് മനോരമയുടെ പരിപാടിയൊക്കെ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. സി യു അഗെയിൻ. താങ്ക് യു.